ആലുവ മാന്ത്രക്കല്ലിലെ റെയിൽവേ തുരങ്കപാത ജനങ്ങളുടെ പരാതിയെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപാണ് മോശാവസ്ഥയിലായിരുന്ന തുരങ്കപാത റെയിൽവേ പുതുക്കി പണിതത്. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഈ പാത വീണ്ടും ജനങ്ങൾക്ക് ദുരിതം വിതയ്ക്കുകയാണ്. എത്രയും വേഗം അധികൃതർ ഈ ദുരിതത്തിന് ഒരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആലുവ മാന്ത്രക്കല്ലിലെ റെയിൽവേയുടെ കീഴിലുള്ള തുരങ്കപാതയാണ് ഒരു ചെറിയ മഴ പെയ്താലുടനെ വെള്ളക്കെട്ടിലാകുന്നത്. മാസങ്ങൾക്ക് മുൻപാണ് ജനങ്ങളുടെ പരാതിയെ തുടർന്ന് ഈ തുരങ്കപാത റെയിൽവേ പുതുക്കി പണിതത്. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഈ പാത വീണ്ടും ജനങ്ങൾക്ക് ദുരിതം വിതയ്ക്കുകയാണ്. കുന്നത്തേരി, മാന്ത്രക്കൽ എന്നീ ഭാഗത്തു നിന്നും വരുന്ന ആളുകൾ NH-ലേക്ക് വരുന്ന വഴിയാണിത്. എന്നാൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുമ്പോൾ ആലുവ ഗാരേജ് റെയിൽവേ പാതയാണ് ആളുകൾ ഇപ്പോൾ ആശ്രയിക്കുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളം പമ്പ് ചെയ്ത് തോട്ടിലേക്ക് ഒഴുക്കിവിടാൻ മോട്ടോർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് താൽക്കാലികമായ പരിഹാരം മാത്രമാണ്. എന്നാൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വളരെ പ്രഷറോട് കൂടി 5 മീറ്റർ വീതിക്ക് ഒരടി പൊക്കത്തിൽ റോഡ് കവഞ്ഞു തള്ളി വരുന്ന വെള്ളത്തിന് വെറും 3 ഇഞ്ചിന്റെ ഒരു മോട്ടോർ വെച്ചുകൊണ്ട് ആവുന്നില്ല. അപ്പോൾ നാട്ടുകാരുടെ പരാതിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഓട്ടോമാറ്റിക് മോട്ടോർ വെക്കാം എന്നുള്ള തീരുമാനമാണ് റെയിൽവേ എടുത്തത്. ആ ഓട്ടോമാറ്റിക് മോട്ടോർ വെക്കാനുള്ള തീരുമാനം എടുത്തെങ്കിലും അത് പഞ്ചായത്താണ് വെക്കേണ്ടതെന്ന ഉള്ളതിൽ റെയിൽവേ വന്നു. പക്ഷെ അത് പഞ്ചായത്തിനോട് റെയിൽവേ റിക്വസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇത് ജനങ്ങൾ കിടന്ന ബുദ്ധിമുട്ടാണ്. ആളുകൾക്ക് വാഹനങ്ങൾ നഷ്ടപ്പെടുന്നതിനൊപ്പം തന്നെ ഇപ്പോഴത്തെ ഓട്ടോമാറ്റിക് കാറുകളാണ്. അതൊക്കെ അതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ ഡോറ് തുറക്കുന്ന അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് പരാതിപ്പെടുമ്പോൾ റെയിൽവേ വന്ന് തുരപ്പ് അടച്ചു കിട്ടുന്ന ഒരു രീതിയാണ് ഉള്ളത്. ന്യൂസ് ബ്യൂറോ, ആലുവ. Bharathamata College of Commerce and Arts, Chundi, Aluva is a project of the Archdiocese of Ernakulam and Kamali. We offer BCom, BCA, BBA, BSW courses.